ഭരണഘടനയെ ചൊല്ലി മോദി രാഹുൽ വാക്പോര്. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബി.ജെ.പി ഭരണഘടന മാറ്റുമെന്നത് പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. അംബേദ്കർ തിരികെ വന്നാലും ഭരണഘടന മാറ്റാനാവില്ലെന്നും മോദി വ്യക്തമാക്കി. മൂന്നാം ഊഴത്തിൽ ബി.ജെ.പി 400 സീറ്റുകൾ ഉന്നമിടുന്നത് ഭരണഘടന തിരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അധികാരത്തിൽ വീണ്ടുമെത്തിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന ബി.ജെ.പി നേതാക്കളുടെ പ്രസ്താവനകൾ തന്നെയായിരുന്നു വിഷയം പ്രതിപക്ഷത്തിന്റെ പ്രചരണായുധമാകാൻ വഴിയൊരുക്കിയതും. ഏറ്റവും ഒടുവിൽ ഇന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും ബി.ജെ.പിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാന വിമർശനവും ഇതുതന്നെ. RSSൽ നിന്ന് ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏക അജണ്ടയെന്ന് രാഹുൽ വ്യക്തമാക്കി. The RSS and the BJP are trying to destroy India's constitution and change India's constitution. And the UDF, the Congress Party and the India Alliance is trying to save the constitution of India. That is the central issue. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമായണത്തിലും മഹാഭാരതത്തിലും ഗീതയിലുമുള്ള അതേ വിശ്വാസമാണ് ബി.ജെ.പിക്ക് ഭരണഘടനയോടുള്ളത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് ഭരണഘടനയാണ് ബി.ജെ.പിക്ക് വഴികാട്ടിയെന്നും മോദി തിരിച്ചടിച്ചു. और झूठ फैलाते हैं संविधान बदल देंगे बीजेपी तो क्या स्वयं बाबा साहब आम्बेडकर भी इस संविधान को नहीं बदल सकते हैं। और हमारा देश ऐसा है जो रामायण में आस्था रखता है, महाभारत में आस्था रखता है, गीता में आस्था रखता है, वो आज के युग में संविधान के प्रति भी उतनी ही आस्था रखता है. ഭരണഘടനാ ദിവസം ആചരിക്കണമെന്ന നിർദ്ദേശത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നതായും മോദി ആരോപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.